മൈക്കിൾ ബി ജോർദാൻ, നോമി മൊസാക്കു, മൈൽസ് കെയ്റ്റൺ, ജാക്ക് ഒ കോണർ, ഡെൽറോയ് ലിൻഡോ എന്നിങ്ങനെ ഒരു വലിയ താരനിര അണിനിരന്ന ഒരു ഇംഗ്ലീഷ് സിനിമയാണ് സിന്നേഴ്സ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റയാൻ കോഗ്ലർ ആണ്. അദ്ദേഹത്തിന്റെ നേരത്തെ മൂവീസായ ക്രീഡ്, ഫ്രൂട്ട് വെയിൽ സ്റ്റേഷൻ, ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ, ഇപ്പോൾ വന്ന ഈ ഒരു സിന്നേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സോ ഇങ്ങനെയുള്ള മൂവീസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. സോ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ എടുത്ത ഒരു മൂവിയാണ് സിന്നേഴ്സ്. സോ ഈ ഇദ്ദേഹം ചെയ്ത എല്ലാ മൂവീസിലും നിറ സാന്നിധ്യമായ മൈക്കിൾ ബി ജോർദാന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയുടെ ഒരു USP എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം ഒരു ഡുവൽ റോൾസിലാണ് ഈ ഒരു മൂവിയിൽ വരുന്നത്. സോ ആ ഒരു 2 റോൾസും അത്യാവശ്യം നല്ല രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1932-ലാണ്. അവിടെയാണ് മിസിസിപ്പി ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് അവർ വർഷങ്ങൾക്ക് ശേഷം, ചിക്കാഗോയിൽ താമസിച്ചവർ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അവർ വേൾഡ് വാർ 1 ആ ഒരു വെറ്ററൻസ് ആണ് ഇവർ രണ്ടുപേരും. സോ ഇവര് ഒരു ഡ്യൂക്ക് ജോയിന്റ് തുടങ്ങാനുള്ള പ്ലാനിലാണ് അവിടെ എത്തുന്നത്. അത് ബ്ലാക്സിന് വേണ്ടിയുള്ള ഒരു ഡ്യൂക്ക് ജോയിന്റ്. സോ അങ്ങനെ എത്തുമ്പോൾ അവിടെ അവരുടെ കൂടെ വരുന്ന ക്യാരക്ടേഴ്സ്, സാമി എന്ന് പറയുന്ന മൈൽസ് കെയ്റ്റൺ ചെയ്യുന്ന വേറൊരു ക്യാരക്ടറുണ്ട്. സോ ഒരു യങ്സ്റ്ററുടെ ആ ഒരു ക്യാരക്ടർ. സോ അദ്ദേഹവും ഈ ഒരു 2 പേരും ആ ഒരു ഡ്യൂക്ക് ജോയിന്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. പിന്നെ അവരുടെ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണത്. സോ ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ മൂവിയുടെ മ്യൂസിക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മൂവി ഒരു പീരിയഡ് മ്യൂസിക് ഹൊറർ മൂവി എന്ന ആ ഒരു ജേണറിൽ വരുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയ കുറേ സീക്വൻസസ് ഈ ഒരു മൂവിയിലുണ്ട്. സോ ഈ മ്യൂസിക്കിനും ആ ഒരു സൗണ്ടിനൊക്കെ അത്രയും പ്രാധാന്യമുണ്ട്. ആ ഒരു സൗണ്ടും അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഒരു മൂവിയിൽ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. സോ പിന്നെ പറയുകയാണെങ്കിൽ ഈ മൂവിയിലെ ആ ഒരു പെർഫോമൻസസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്കിൾ ബി ജോർദാന്റെ ഒരു നല്ല പെർഫോമൻസ് ഉണ്ട്. അതല്ല തന്നെ ജാക്ക് ഒ കോണർ, അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല പെർഫോം ചെയ്യാനുള്ള ഒരു റോളാണ്. സോ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നുവാമി മൊസാക്കു, ആ ഒരു ആക്ട്രസിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സീക്വൻസസ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ആ ഒരു ആക്ട്രസ് നേരത്തെ ചെയ്ത ആ ഒരു ലോക്കി എന്ന് പറഞ്ഞ ടെലിവിഷൻ സീരീസ് ആണെങ്കിലും വോൾവറൈൻ ആൻഡ് ഡെഡ്പൂൾ 2024 ഇറങ്ങിയ ആ ഒരു മൂവിയിലൊക്കെ ആ ഒരു നിറസാന്നിധ്യമായിരുന്നു ഈ ഒരു ആക്ട്രസ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ മൂവിയിലെ വേറൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ മൂവിയുടെ ആ ഒരു ഡെൽറോയ് ലിൻഡോയുടെ പെർഫോമൻസ് വലുതായിട്ട് എടുത്തു പറയാനില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു പെർഫോമൻസ് ആണ്. സോ ചെറിയ കോമഡിയും ആ ഒരു മ്യൂസിക്കൽ സംഭവങ്ങളും പിന്നെ പറയുകയാണെങ്കിൽ ഹൊറർ എഫക്ട്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്. എടുത്തു പറയേണ്ട വേറൊരു സംഭവമാണ് ഈ ഒരു സിനിമയുടെ സ്റ്റേജിങ്. ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ ആ ഒരു റെലവൻസ് പറയുക, ആ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്റ്റേജിങ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. കാരണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു മൂവി എവിടെയും മടുപ്പിക്കാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം കൂടുതലായിട്ട് വർക്കൗട്ട് ആവാൻ മെയിൻ കാരണം ആ ഒരു ഡയറക്ഷനാണ് റയാൻ കോഗ്ലറിന്റെ. സോ ഈ ഒരു മൂവിയും ആ ഒരു അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഫിൽമോഗ്രഫിയിലെ മൂവീസിനെ പോലെ സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ ഒരു ഭയങ്കരം ഔട്ട്പുട്ട് നൽകുന്ന ഒരു മൂവിയല്ല. പക്ഷെ എന്നാൽ ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തിരിക്കുന്ന രീതിയും ആ ഒരു സ്റ്റേജിങ്ങും സ്ക്രീൻ പ്ലേയും പെർഫോമൻസസും ഒക്കെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ റണ്ണിങ്